അയാളിൽ വിശ്വാസമർപ്പിക്കുകയാണ്. അയാളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആൽബിസെലേസ്റ്റക്കാർ മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിന് ബൂട്ടുകെട്ടി ഇറങ്ങുകയാണ്. ദിവസങ്ങൾക്കപ്പുറം മറ്റൊരു വേൾഡ് കപ്പാണ് മുന്നിലുള്ളത്. കത്തിരിപ്പിനൊടുക്കം അയാൾ 26-അംഗ അന്തിമ സ്ക്വാഡിനെയും പ്രഖ്യാപിച്ചു. അതിനെ വിമർശിക്കാനോ വിലയിരുത്താനോ മറ്റാരും തയ്യാറായിരുന്നില്ല. കാരണം സ്കലോണി പ്രഖ്യാപിച്ച സ്ക്വാഡാണ്. അതിൽ അയാൾ കൃത്യമായ പ്ലാനുകൾ കണ്ടിരിക്കും. ഈ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈ പ്രസിംഗ് ഫുട്ബോൾ കളിക്കുന്നത് യൂറോപ്യൻ വമ്പന്മാരായ ജർമ്മനിയും സ്പെയിനുമൊക്കെയാണ്. ഹൈ പ്രസിംഗിൻ്റെ ആശാന്മാരാണ് ജർമ്മനിയും സ്പെയിനുമെല്ലാം. ഇതിന് പുറമെ ഓസ്ട്രിയയും മനോഹരമായി ഹൈ പ്രസിംഗ് ഫുട്ബോൾ കളിക്കുന്നു. എന്നാൽ ഹൈ പ്രസിംഗിൽ നിന്ന് മാറി ഇന്റലിജന്റ് പ്രസിംഗിലോട്ട് സ്കലോണി എത്ര മനോഹരമായാണ് അർജന്റീനയെ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. നാഷണൽ ഫുട്ബോൾ ടീം ഇന്ന് ലോക ഫുട്ബോളിലെ മികച്ച പ്രസിംഗ് ടീമുകളിൽ ഒന്നാണ്. ജർമ്മനിയും സ്പെയിനും ഓസ്ട്രിയയുമെല്ലാം ഹൈ പ്രസിംഗ് ഫുട്ബോളിലേക്ക് നീങ്ങുമ്പോൾ ലയണൽ സ്കലോണിയുടെ അർജന്റീന വ്യത്യസ്തമാക്കുന്നത് ഇന്റലിജൻസ് പ്രസിംഗ് ആണ്. അവർ എപ്പോഴും മുന്നിലേക്ക് കുതിച്ച് പ്രസ് ചെയ്യുന്ന ടീമുകളിലൊന്നല്ല. പകരം എതിരാളികളുടെ ബിൽഡപ്പ് പാറ്റേൺ നോക്കി പ്രസിംഗ് ട്രിഗർ തിരഞ്ഞെടുക്കുന്ന ടീമുകളിലൊന്നാണ് നിലവിൽ അർജന്റീന. 4-3-3, 4-4-2, 4-2-3-1 എന്നിവയ്ക്കിടയിൽ ഷേപ്പ് മാറ്റി പ്രസ് ചെയ്യുന്ന അർജന്റീനയുടെ എത്ര മനോഹരമായ മത്സരങ്ങൾ വേൾഡ് കപ്പുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു തീർത്തതാണ്. സ്കലോണിയുടെ കാലഘട്ടം മുതൽ കണ്ടിന്യൂസ് ഹൈ പ്രസ് എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് മിഡ്ഫീൽഡർ കമ്പാക്റ്റ്നെസ്, കൗണ്ടർ പ്രസിംഗ്, ബോൾ റിക്കവറി, പൊസിഷണൽ ഡിസിപ്ലിൻ എന്നിവയുടെ സംയോജനമായിരുന്നു സ്കലോണിയുടെ അർജന്റീന. പ്രത്യേകിച്ച് മുന്നേറ്റത്തിൽ ഹൂലിയൻ അൽവരസും മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോളും അലക്സിസ് മാക്കലിസ്റ്ററുമെല്ലാം പ്രസിംഗിന്റെ സ്കലോണിയുടെ എഞ്ചിനാണ്. എതിർ ടീമിന്റെ ഓരോ ഗോൾ കിക്കിലും സെൻട്രൽ ബാക്കിലേക്കുള്ള ഓരോ പാസിലും അന്ധമായി പ്രസ് ചെയ്യുക എന്നുള്ളത് സ്കലോണിയുടെ ആശയത്തിലില്ലാത്തതാണ്. പകരം എതിരാളികളുടെ ഫുൾ ബാക്കിലേക്ക് മോശം പാസ് പോകുമ്പോഴോ ഒരു താരം ഗോൾ വശത്തേക്ക് പിന്തിരിഞ്ഞ് പന്ത് സ്വീകരിക്കുമ്പോഴോ ഒരു മികച്ച പാസിംഗ് ഓപ്ഷൻ ക്ലോസ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് സ്കലോണി പ്രസിംഗിന് ആവശ്യപ്പെടുക. അതും ഒരൊറ്റ താരം മറ്റൊരു താരത്തെ പ്രസിംഗ് ചെയ്യുന്നതിന് പകരം 1-2 താരങ്ങൾ ഒരുമിച്ച് കൊണ്ട് ആ പന്തിലേക്ക് പ്രസിംഗ് ചെയ്യുക എന്നുള്ളതാണ് സ്കലോണിയുടെ ഏറ്റവും വലിയ ആശയം. അർജന്റീനയുടെ മുന്നേറ്റ നിരയിൽ ഹൈ പ്രസിംഗ് എന്തെന്ന് കൃത്യമായി കാണിച്ചു തന്നവനാണ് ഹൂലിയൻ അൽവരസ്. എതിരാളികളിൽ നിന്ന് ഒന്ന് പന്തിനെ പതിയെ മിസ്സായെന്ന് തോന്നിയാൽ ഹൂലിയൻ തൻ്റെ പണി തുടങ്ങും. അത് എത്ര വലിയ ബോളാണെങ്കിലും ശക്തമായി ചാർജ് ചെയ്തുകൊണ്ട് എതിരാളിയിലേക്ക് പാഞ്ഞെടുക്കും. അത് അദ്ദേഹം റിക്കവർ ചെയ്യുകയും ചെയ്യും. ഗോൾ കീപ്പർക്ക് വരെ പന്തിൽ നിന്ന് കൺട്രോൾ നഷ്ടമായെന്ന് തോന്നിയാൽ എത്ര ദൂരം വേണമെങ്കിലും ഹൈ പ്രസിംഗ് ചെയ്യാൻ ഹൂലിയൻ അൽവരസ് തയ്യാറാണ്. മുന്നേറ്റ നിരയിലെ അർജന്റീനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് അടുത്ത താരം ഗുലിയാനോ സിമിയോൺ. സ്കലോണി 26-അംഗ സ്ക്വാഡിലേക്ക് പരിഗണിച്ച യുവ സൂപ്പർ താരങ്ങളിൽ ഒരാൾ. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗുലിയാനോ സിമിയോൺ നിലവിൽ വലതു വിങ്ങിലൂടെ ഏറ്റവും അപകടകാരിയായി കാണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വേഗതയാർന്ന മുന്നേറ്റം തന്നെയാണ് സ്കലോണി ടീമിലെടുക്കാൻ പ്രേരിപ്പിച്ചതും. ഇതെല്ലാം പുറമെ ഒടുക്കത്തെ സ്റ്റാമിനയാണ് പഹയന്. എതിരാളികളിലേക്ക് എത്ര നേരം വേണമെങ്കിലും അദ്ദേഹം ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. പന്തിനെ റിക്കവറി ചെയ്താലുടൻ അസാധ്യമായ ആംഗിളിൽ നിന്ന് ഷോട്ട് തീർക്കാനുള്ള കെൽപ്പും നിലവിൽ ഗുലിയാനോ സിമിയോനുണ്ട്. സ്കലോണിയുടെ സ്ക്വാഡിലുള്ള ഹൈ പ്രസിംഗിലെ മറ്റൊരു എഞ്ചിനാണ് നിലവിൽ ഗുലിയാനോ സിമിയോൺ. ഇനി മധ്യനിരയുടെ കാര്യം നോക്കാം. മധ്യനിരയാണ് ഏറ്റവും പ്രധാന കേന്ദ്രം. റോഡ്രിഗോ ഡിപോൾ. അർജന്റീനൻ താരങ്ങളിൽ തന്നെ ഏറ്റവും വർക്ക് റേറ്റ് ഉള്ള താരങ്ങളിൽ ഒരാളാണ് ഡിപോൾ. അർജന്റീനയുടെ എഞ്ചിനാണ് റോഡ്രിഗോ. റോഡ്രിഗോ ഡിപോളിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് അദ്ദേഹം ഗ്രൗണ്ടിലെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്യുന്ന താരങ്ങളിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എതിരാളികളുടെ ബിൽഡപ്പ് തകർക്കാനും നിലവിൽ പ്രസിംഗ് ട്രിഗർ നടപ്പാക്കാനും പ്രധാന പങ്ക് വഹിക്കുന്നു. മധ്യനിരയുടെ പ്രസിംഗ് ചുമതല നിലവിൽ സ്കലോണിക്ക് കീഴിൽ റോഡ്രിഗോ ഡിപോളാണ് നടപ്പിലാക്കുന്നത്. 90 മിനിറ്റും ശക്തനായി ഉയർന്ന വർക്ക് റേറ്റ് നിലനിർത്തി മിന്നും പ്രകടനമാണ് താരം അർജന്റീനയ്ക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മധ്യനിരയിലെ മറ്റൊരാൾ എൻസോ ഫെർണാണ്ടസ്. നിലവിൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള അവാർഡ് വാങ്ങിയവൻ. പ്രസിംഗ് ഇൻ്റലിജൻസിലും ബോൾ റിക്കവറിയിലും അതുല്യനാണ്. ഡിപോളിനെ പോലെ നിരന്തരം ഓടുന്ന താരമല്ലെങ്കിലും പാസിംഗ് ലൈനുകൾ വായിച്ച് ശരിയായ സ്ഥലത്തെത്തി പന്ത് റിക്കവറി നടത്തുക. ഫിസിക്കൽ ഡ്യൂവലുകളിലും എതിരാളികൾക്കൊപ്പം പിടിച്ചുകൊണ്ട് തന്നെ ഹൈ പ്രസിംഗിലൂടെ പന്ത് റിക്കവർ ചെയ്യുക. പാസിംഗ് ലൈനുകൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതെല്ലാം എൻസോ ഫെർണാണ്ടസിന്റെ പ്രത്യേകതകളാണ്. അലക്സിസ് മാക്കലിസ്റ്ററും എൻസോക്കൊപ്പം കൂടുമ്പോൾ അർജന്റീനയുടെ മധ്യനിരയുടെ ബാലൻസ് ക്ലിയർ ആകുന്നു. പ്രസിംഗ്, ബോൾ റിറ്റൻഷൻ, റിക്കവറി, ക്രിയേറ്റിവിറ്റി എല്ലാം ഉയർന്ന നിലവാരത്തിൽ ചെയ്യുന്ന കംപ്ലീറ്റ് മിഡ്ഫീൽഡറാണ് നിലവിൽ അലക്സിസ് മാക്കലിസ്റ്റർ. എതിരാളികളുടെ പാസ് വഴികൾ അടക്കുന്നതിലും കൗണ്ടർ പ്രസിംഗ് ഘട്ടങ്ങളിൽ വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിലും സ്കലോണി എന്നോ വിജയിച്ചതാണ്. ഇന്റലിജന്റ് പ്രസിംഗിന് ഉത്തമ ഉദാഹരണമാണ് നിലവിൽ അലക്സ് മാക്കലിസ്റ്റർ.
ഇത് തന്നെയാണ് സ്കലോണി അർജന്റീന ടീമിൽ ഉടനീളവും നടപ്പാക്കുന്നത്. എതിർ ടീമിന്റെ ഹാഫിൽ കളി നടക്കുമ്പോൾ അർജന്റീനൻ ഡിഫൻസ് പതിയെ മധ്യനിരയിലേക്കും കടന്ന് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്കലോണി പതിയെ ഹൈലൈൻ ഡിഫൻസ് ഇപ്പോൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ആ സ്പേസ് ക്ലോസ് ചെയ്യുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സ്കലോണി ഇങ്ങനെ ഒരു ബിൽഡപ്പിന് ശ്രമിക്കുന്നതും. അർജന്റീനയുടെ മധ്യനിരയിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന താരമാണ് ലിയാൻഡ്രോ പെരഡസ്. അദ്ദേഹം മധ്യനിരയിൽ കൂടുതൽ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാക്കുകയും അസാധ്യമായി എതിരാളികളിൽ നിന്ന് ടാക്കിളുകളിൽ നിന്നും ഇന്റർസെപ്ഷനിലൂടെ പന്തുകൾ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. താരത്തിന് നിലവിൽ പരിക്കെന്ന വാർത്ത അർജന്റീനയ്ക്ക് ഏറെ തിരിച്ചടിയാകുന്നുണ്ട്. എങ്കിലും താരം വേൾഡ് കപ്പിന് മുന്നിൽ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത്. ഹൈ പ്രസിംഗ് എത്ര മനോഹരമായി ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയാണ് സ്കലോണി ഇന്നത് അർജന്റീനയിൽ നടപ്പിലാക്കുന്നത്. വെറുതെ ഡിഫൻസിലേക്ക് ഓടിച്ചല്ലാതെ അവരുടെ കൃത്യമായ ആസൂത്രണങ്ങൾ തെറ്റുമ്പോൾ പിഴവ് വരുന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്കലോണി ഹൈ പ്രസിംഗിന് മുതിരാറുള്ളത്. ഒരു താരത്തിലേക്ക് പ്രസ് ചെയ്യേണ്ടി വന്നാൽ 2-3 താരങ്ങൾ ഒരുമിച്ച് പോയി ആ പന്ത് പ്രസ് ചെയ്യുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ് ഓരോ മത്സരത്തിലും കാണാൻ സാധിക്കാറുള്ളത്. ഇനി മധ്യനിരയിൽ എതിർ ടീമിന് കളിമെനയാനുള്ള ഒരവസരം പോലും ഉണ്ടാക്കി കൊടുക്കരുത്, അവർക്ക് സ്പേസ് അനുവദിക്കാതിരിക്കുക എന്ന മനോഹരാശയവും സ്കലോണി ആശാന്റെ തലക്കുള്ളിൽ നിന്ന് തന്നെ പിറന്നതാണ്. എല്ലാം കൊണ്ടും അർജന്റീന ഇത്തവണയും അയാളുടെ ചിറകിലേറിക്കൊണ്ട് അയാളുടെ തന്ത്രങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ വരികയാണ്. നിലവിൽ സ്കലോണിയുടെ ടീമിൽ പരിക്കിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം അദ്ദേഹം തരണം ചെയ്യുമെന്ന വലിയ വിശ്വാസത്തിലാണ് നിലവിൽ അർജന്റീൻ ആരാധകരുമുള്ളത്. എമിലിയാനോ മാർട്ടിനസ്, ക്രിസ്റ്റ്യാനോ റൊമേറോ, ലിയാൻഡ്രോ പെരഡസ്, ഹൂലിൻ അൽവരസ്, നിക്കോ ഗോൺസലസ്, ലിയണൽ മെസ്സി എന്നിവരെല്ലാം ചെറിയ പരിക്കിന്റെ പിടിയിലുള്ള താരങ്ങളാണ്. ഇവർ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യുമെന്നാണ് സ്കലോണിയും കണക്ക് കൂട്ടുന്നത്. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള 2 ഫ്രണ്ട്ലി മത്സരങ്ങളാണ് നിലവിൽ അർജന്റീനയ്ക്കുള്ളത്. ഇത് അർജന്റീനയ്ക്ക് ഏറെ നിർണായകമായിരിക്കും. കാരണം സ്കലോണിയുടെ പ്ലാനുകൾ നടപ്പിലാക്കാനും വേൾഡ് കപ്പിൽ ഒരു 11 പ്രഖ്യാപിക്കാനുമെല്ലാം സ്കലോണിക്ക് അവസരമായിരിക്കും. എന്നാൽ ഈ അവസരത്തിനൊത്ത് പരിക്കേറ്റ താരങ്ങൾക്ക് അവിടെ കളിക്കാൻ സാധിക്കില്ല എന്നതാണ് അതിലും വലിയ തിരിച്ചടി. പല താരങ്ങളെയും ആ ഫ്രണ്ട്ലി മത്സരത്തിൽ കളിപ്പിക്കാൻ തന്നെയായിരിക്കും പരിശീലകനായ സ്കലോണിയുടെ ശ്രമം. നിലവിൽ വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ ഓസ്ട്രിയ, അൾജീരിയ, ജോർദാൻ എന്നിവരടങ്ങിയ ഗ്രൂപ്പിലാണ് അർജന്റീനയുള്ളത്. ജൂൺ 17-ാം തീയതി അൾജീരിയക്കെതിരെയാണ് വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യ പോരാട്ടം നടക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം.